പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ബൈബിളിനുള്ള പൊതുവായൊരു ആമുഖമാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. യേശു ജീവിച്ച ചരിത്ര പശ്ചാത്തലം വിശദമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു, അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം എന്തായിരുന്നു, അവരുടെ മതപരമായ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞു. ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന രക്ഷകനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചരിത്രപുരുഷനായ യേശു എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിച്ച, മാനവ ചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു മനുഷ്യ വ്യക്തി ഇല്ല തന്നെ. വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് ലോക ചരിത്രത്തെ പൊതുവെ കണക്കാക്കുക AD BC എന്ന് രണ്ട് തരംതിരിവിലാണ്. AD എന്ന് പറഞ്ഞാൽ ആന്നോ ഡോമിനി എന്ന് പറയും, കർത്താവിൻ്റെ വർഷം എന്നാണ് അർത്ഥം. BC എന്നാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുൻപ്. ഇത് AD 6-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് ഈ ചരിത്രത്തിൻ്റെ വിഭജനം, ഈ കാലഗണനയുടെ ക്രമം. എന്നാലും ഇന്ന് ഏത് പ്രത്യയശാസ്ത്രക്കാരാണെങ്കിലും ഏത് രാജ്യത്തോ ഏത് വിശ്വാസമുള്ളവരാണെങ്കിലും പൊതുവെ സ്വീകരിക്കാനായിട്ട് നിർബന്ധിതമായിരിക്കുന്നതാണ് ഈ കാലഘടന. 2008 വർഷമാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ 2008 വർഷം എന്നാണ് അന്ന് ഉദ്ദേശിക്കുക, അർത്ഥമാക്കുക. AD എന്നാൽ ആന്നോ ഡോമിനി, ലത്തീൻ ഭാഷയാണ്. ആന്നോ എന്ന് പറഞ്ഞ വർഷം, ഡോമിനി കർത്താവിൻ്റെ വർഷം എന്ന് പ്രഘോഷിക്കുന്നതിൽ പറയുന്നത് എന്തോ ഒരു കുറവ് പോലെ തോന്നി. അതിനെ ഇന്ന് CE എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്ത്യൻ ഈറ എന്നോ ഒരു പടി കൂടി കടന്ന് കോമൺ ഈറ എന്നോ വിശേഷിപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിനെയോ ക്രിസ്ത്യാനിയെയോ ക്രിസ്തുവിനെ കുറിച്ച് രക്ഷകനെയോ കുറിച്ച് ഒന്നും പറയാതെ CE എന്ന് പറഞ്ഞാൽ കോമൺ ഈറ, പൊതുവായ വർഷം. എന്തിൻ്റെയാണ് പൊതുവെന്ന് ചോദിച്ചാൽ വീണ്ടും ഈ ആശയത്തിലേക്ക് കടന്നു വരേണ്ടി വരും. കോമൺ ഈറ എന്ന് വിശേഷിപ്പിക്കുന്നവരും ഈ കാലം കണക്കാക്കുന്നത് ഇന്ന് 2008 വർഷമാണെന്ന് കണക്കാക്കുന്നത് ചരിത്രത്തെ സംഭവിച്ച പ്രത്യേക വസ്തുതയുടെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യേശുവിൻ്റെ ജനനം എന്ന ആ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചരിത്രത്തെ ഇന്ന് ക്രിസ്തു വർഷം എന്ന് വിശേഷിപ്പിക്കുക. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള കാലം. അപ്പോൾ 0 വർഷത്തെ യേശുവിൻ്റെ ജനനത്തിൻ്റെ കാലമായി കണക്കാക്കി അവിടുന്ന് മുന്നോട്ട് 1, 2, 3 എന്നും പുറകോട്ട് 1, 2, 3 എന്നും കൊണ്ടുപോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം എന്ന ആ ഒരു കേന്ദ്രത്തിൽ നിന്ന് അനന്തമായി മുന്നോട്ടും പുറകോട്ടും നീളുകയാണ് ചരിത്രം. അപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് എന്നതിന് ഇന്ന് ക്രൈസ്റ്റ് എന്ന പദം മാറ്റി ബിഫോർ ദ കോമൺ ഈറ എന്ന് പറയും, ബിഫോർ BCE. അതൊക്കെ എന്തോ ഒരു പ്രത്യേക വൈഷമ്യം തോന്നുന്നതുകൊണ്ടായിരിക്കാം. യേശുവിനെ അംഗീകരിക്കുക, അല്ലെ യേശു ചരിത്രത്തിൻ്റെ കേന്ദ്രമാണെന്ന് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുക. എത്ര ബുദ്ധിമുട്ട് തോന്നിയാലും ഇല്ലെങ്കിലും ഇത് അംഗീകരിക്കാൻ നിർബന്ധിതരാണ് എല്ലാവരും. അപ്പോൾ ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. മിക്കവാറും ആഗോള സമൂഹത്തിൽ പൊതുവെ ഞായറാഴ്ച ദിവസം ഒഴിവ് ദിവസമായിട്ട് ആചരിക്കാറുണ്ട്. ക്രിസ്ത്യാനികൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, അല്ലാത്തവർ ഒഴിവ് ദിവസമായി കണക്കാക്കുന്നു. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയും യേശുവുമായി ബന്ധപ്പെട്ടതാണ്. യേശുവിൻ്റെ വരവിന് മുമ്പ് യഹൂദർ സാബത്ത് ആചരിക്കുമായിരുന്നു. സാബത്ത് ദിവസം, ശനിയാഴ്ച ദിവസം, ആഴ്ചയുടെ 7-ാം ദിവസം വിശ്രമിക്കണമെന്ന് യഹൂദർക്ക് ലഭിച്ച ആ കൽപ്പന, മോശ വഴികൾ ലഭിച്ച കൽപ്പനയുടെ അനുസരണം എന്ന രീതിയിൽ സാബത്ത് ദിവസം ആചരിച്ചിരുന്നു. പക്ഷേ ആ സാബത്തിന് പകരം ഞായറാഴ്ച ഒരു ഒഴിവ് ദിവസമായിട്ട് ആചരിക്കുന്നതിൻ്റെയും കാരണം യേശു ക്രിസ്തു തന്നെയാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, അത് ഞായറാഴ്ചയാണ് അവർ ഉത്ഥിതനായും പ്രത്യക്ഷപ്പെട്ടത് എന്നതിൻ്റെ വെളിച്ചത്തിൽ ഞായറാഴ്ച ദിവസം ഒരു വലിയ ആഘോഷ ദിവസമായി, സന്തോഷത്തിൻ്റെ ദിവസമായി, ഒരു പുതിയ സൃഷ്ടിയുടെ തുടക്കമായി ആചരിക്കുന്നത് കൊണ്ടാണ് ആദ്യം ഞായറാഴ്ച ഒരു ആഘോഷ ദിവസമായി, ഒഴിവ് ദിവസമായി കണക്കാക്കിയിരുന്നത്. ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞായറാഴ്ച ദിവസം ഒഴിവായി ആചരിക്കുന്നവരും അറിയാതെ തന്നെ യേശുവിനെ അംഗീകരിക്കുകയാണ്. ആരാണ് യേശു ക്രിസ്തു? ഇത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയില്ല എന്നുള്ളത് വാസ്തവം. അതേസമയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണ് യേശു ചെയ്തതെന്ന് ചോദിച്ചാൽ എടുത്തു പറയത്തക്കതായ കാര്യമായിട്ട് ഒന്നുമില്ല എന്ന് തോന്നും. ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല യേശുവിന്, ഒരു യുദ്ധവും അവൻ ചെയ്തില്ല, വിജയിച്ചുമില്ല, ഒരു രാജ്യവും സ്ഥാപിച്ചില്ല, ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനല്ല. ഇപ്പോൾ സ്വന്തം എന്ന് അവകാശപ്പെടാനായിട്ട് ഒരു മോണ്യുമെൻ്റായിട്ട് യാതൊന്നും സ്ഥാപിച്ചിട്ടില്ല. യാത്രയാണെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ജീവിതം ഒരു 100 കിലോമീറ്റർ റേഡിയസിൽ വൃത്തത്തിൽ ഒതുങ്ങി നിന്നു.
അതിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ല. പലസ്തീനായിട്ട് പുറത്തേക്ക് കടന്നു പോയിട്ടില്ല. സ്വന്തമായി ഒരു പുസ്തകം പോലും രചിച്ചിട്ടില്ല. പുസ്തകം എന്നല്ല, ഒന്നും എഴുതിയായിട്ട് കാണുന്നില്ല. യേശുവിനെക്കുറിച്ച് പറയുന്നത് എന്തോ മണ്ണിലെഴുതി, പക്ഷേ ആ നിലത്തെഴുത്ത് മാഞ്ഞു പോവുകയും ചെയ്തു. എഴുതി വെച്ചിട്ടൊന്നുമില്ല. സ്വന്തമായൊന്നും അവശേഷിപ്പിക്കാതെ അവിവാഹിതനായിരുന്നു, മക്കളെയും അവശേഷിപ്പിച്ചിട്ടില്ല. അപ്പോഴെന്താണ് ഈ വ്യക്തിയുടെ പ്രത്യേകത? ഈ പ്രത്യേകത ആ വ്യക്തിയുടെ വ്യക്തിത്വവും അവന്ന് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളും ആ ജീവിതം എങ്ങനെ നടന്നു പോയി എന്നുള്ളതും അത് എപ്രകാരം സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതുമൊക്കെയാണ്. അപ്പോൾ ചോദിക്കാം, എങ്ങനെയാണ് യേശുവിനെ അറിയുക? എവിടെ നിന്നാണ് യേശുവിനെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത്? യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന 200 കോടിയിലധികം ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. 600 കോടിയാണ് ലോക ജനസംഖ്യയിൽ. അതിൽ 1/3 ക്രിസ്ത്യാനികളാണ്. ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുന്ന 200 കോടിയിലധികം ജനങ്ങൾ. 100 കോടിയിലധികം വരുന്ന മുസ്ലിമുകൾ യേശുവിനെ ഒരു പ്രവാചകനായി അംഗീകരിക്കുന്നുണ്ട്, ഈസ നബി എന്ന പേരിൽ. മറ്റുള്ളവരും യേശുവിനെ അറിയുകയും ഏതെങ്കിലും വിധത്തിൽ യേശുവുമായി പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ, വിമോചനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ, സമരം ചെയ്യുന്നവർ, മരിക്കാനും കൊല്ലാനും തയ്യാറാകുന്നവർ, അവരും യേശുവിനെ പലപ്പോഴും മാതൃകയായി സ്വീകരിക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ യേശുവിൻ്റെ സ്വാധീനം സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ചുരുങ്ങും. അപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു, എങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് അറിയുക? യേശുവിനെ അറിയാൻ ഏറ്റവും എളുപ്പമാർഗം സുവിശേഷങ്ങളാണ്. യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ പ്രബോധനങ്ങളും നമുക്ക് വിവരിച്ചു തരുന്ന 4 പുസ്തകങ്ങളുണ്ട്. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിങ്ങനെ 4 ശിഷ്യന്മാർ എഴുതിയ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ. അതിനു പുറമെ യേശുവിൻ്റെ ശിഷ്യന്മാർ രചിച്ച, പൗലോസ് രചിച്ച 13 ലേഖനങ്ങളുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം വിശ്വാസികൾക്ക് വേണ്ടി രചിച്ച ഗ്രന്ഥങ്ങളോ ലേഖനങ്ങളോ ആണ്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച വിശ്വാസ പ്രഖ്യാപനത്തിനപ്പുറത്ത് യഥാർത്ഥ ചരിത്രമെന്ന് പറയാവുന്ന ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത, ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലാത്ത സെക്യുലറായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടോ യേശുവിനെക്കുറിച്ച് പറയാൻ? ഇല്ല എന്നാണ് പൊതുവെ കരുതുക. ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തേ യേശുവിനെക്കുറിച്ച് അന്നത്തെ യഹൂദ സമുദായത്തിലോ അന്നത്തെ റോമൻ ചരിത്രത്തിലോ ഒന്നും പറയുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിലും അധികമൊന്നും പറയുന്നില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് യാതൊരു സെക്യുലർ ഡോക്യുമെൻസും രേഖകളും ഇല്ല എന്നതിന് ആദ്യമേ നമ്മൾ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരും. ആദ്യമേ ഓർക്കേണ്ടത്, യേശു ക്രിസ്തു ഇന്ന് രക്ഷകനായി വിശ്വസിക്കപ്പെടുന്ന ദൈവപുത്രനെന്ന് ക്രിസ്ത്യാനികൾ അംഗീകരിച്ച് വിശ്വസിക്കുന്ന യേശുവിനെ ഒരു റോമൻ കോടതി വിചാരണ ചെയ്യുകയും കുറ്റവാളി എന്ന് കണ്ട് കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്ത വ്യക്തിയാണ്. റോമക്കാർ അവനെ കുറ്റവാളിയായി കണ്ടു കുരിശിൽ തറച്ചു കൊന്നു. ഒരു കലാപകാരിയായി, വിപ്ലവകാരിയായി. ആ യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരെയും അഥവാ കലാപകാരികളെയും കൂടി കുരിശിൽ തറച്ചിരുന്നു എന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ ഒരു പ്രവിശ്യയിൽ, അതും കലാപകാരികളുടെ കേന്ദ്രമായ യൂദയ പ്രവിശ്യയിൽ രാജദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് റോമൻ ചരിത്രരേഖകൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്നത് അത്ഭുതത്തിന് വകയില്ല. കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുകയുള്ളൂ. കലാപകാരികൾ എത്രയോ ഉണ്ട്, 1000 കണക്കിന് കലാപകാരികളെ ഇങ്ങനെ റോമക്കാർ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ട്. അതിലൊരു കലാപകാരിയായി മാത്രമേ യേശുവിനെയും അവർ കണ്ടു കാണാൻ വഴിയുള്ളൂ. അപ്പോൾ റോമൻ ചരിത്രത്തിൽ എഴുതി സൂക്ഷിക്കാൻ മാത്രം പ്രാധാന്യമുള്ളതായി അവർ കണ്ടു കാണില്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു വ്യാജ പ്രവാചകനായിരുന്നു. ഏറ്റവും കൂടുതലായി പറഞ്ഞാൽ ജെറൂസലത്ത് വെച്ച് യഹൂദരുടെ സമുന്നത കോടതിയായ സാൻഹദ്രിൻ ഔദ്യോഗികമായി വിചാരണ ചെയ്യുകയും ദൈവദൂഷണ കുറ്റം ആരോപിച്ച് വധശിക്ഷ വിധിക്കുകയും അത് നടപ്പിലാക്കാൻ അധികാരമില്ലാത്തതിനാൽ റോമക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ച് മാക്സിമം പറയാവുന്നത് അവനൊരു വ്യാജ പ്രവാചകനായിരുന്നു. അങ്ങനെ വ്യാജ പ്രവാചകനായി ദൈവദൂഷണ കുറ്റത്തിൻ്റെ പേരിൽ തള്ളിപ്പറഞ്ഞ വധശിക്ഷ വിധിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് അധികമൊന്നും പറയാൻ അവർക്കും ഉണ്ടായിരിക്കുകയില്ല. തന്നെയുമല്ല, യേശുവിൻ്റെ മരണത്തിന് ശേഷം രൂപം പ്രാപിച്ച ക്രിസ്തു സമൂഹം യഹൂദ സമൂഹത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും കാലക്രമത്തിൽ യഹൂദ സമൂഹത്തെ മുഴുവനും പുറന്തള്ളിക്കൊണ്ട് ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഈ ചുറ്റുപാടിൽ യഹൂദരും ക്രൈസ്തവരും തമ്മിൽ ആശയപ്പൊരുത്തം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ക്രൈസ്തവ സഭ, ക്രിസ്തുവിൻ്റെ സഭ യഹൂദരെ സംബന്ധിച്ചൊരു ഭീഷണിയായി തീരുകയും ചെയ്തപ്പോൾ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക അവർക്കും ആവശ്യമായിരുന്നിരിക്കുകയില്ല. അതുകൊണ്ട് പൊതുവെ യേശുവിനെക്കുറിച്ച് ചരിത്രരേഖകളൊന്നും ഇല്ല എന്നതിൽ വലിയ അത്ഭുതത്തിന് അവകാശമില്ല. എന്നാലും
ചരിത്രരേഖകളില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും വാസ്തവമല്ല. നമുക്ക് ചുരുക്കം ചില രേഖകൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ രേഖകൾ? ചരിത്രത്തിൽ യേശുവിനെ സംബന്ധിച്ച് ബൈബിളിനപ്പുറത്തുള്ള രേഖകൾ എന്താണ്? അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 തരത്തിലുള്ള രേഖകളുണ്ട്. യഹൂദ ചരിത്രകാരനായ യോസേഫൂസ് ഫ്ലാവിയൂസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ്റെതായ രേഖയുണ്ട്. അതുപോലെ തന്നെ റോമൻ രേഖകളുമുണ്ട്. ആദ്യമേ നമുക്ക് യഹൂദരുടെ ചരിത്രത്തിൽ നിന്നെടുക്കാം. ചരിത്രകാരനായ യോസേഫൂസിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഗ്രന്ഥം, പ്രധാനമായിട്ടും 2 പുസ്തകങ്ങളാണ്. യോസേഫൂസ് എന്ന ചരിത്രകാരൻ്റെ പേരിലുള്ള പുസ്തകങ്ങൾ. അദ്ദേഹം എഴുതിയ ജൂയിഷ് വാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഹൂദരുടെ യുദ്ധം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അതിനുശേഷം എഴുതിയ ജൂയിഷ് ആന്റിക്വിറ്റീസ്, അല്ലെങ്കിൽ യഹൂദരുടെ പുരാണങ്ങൾ, യഹൂദ പാരമ്പര്യങ്ങൾ, യഹൂദരുടെ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇനി ആരാണ് യോസേഫൂസ്? യോസേഫൂസ് ഒരു യഹൂദനായിരുന്നു. റോമക്കാർക്കെതിരെ യഹൂദര് AD 66 യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധം നയിക്കാനായി ഗലീലയിലെ ഒരു സൈന്യാധിപനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു യുവാവായ യോസേഫൂസ്. അദ്ദേഹം യുദ്ധം നയിച്ചു. പക്ഷേ ഗലീലയിലെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. യുദ്ധം പരാജയപ്പെടും, യഹൂദർ നശിപ്പിക്കപ്പെടുന്നു മനസ്സിലായ സാഹചര്യത്തിൽ കാലുമാറുകയും യഹൂദരിൽ നിന്നും ഇട്ടുമാറി അന്ന് യുദ്ധം നയിച്ചിരുന്ന വെസ്പസിയാന്റെ അടുക്കൽ അഭയം പ്രാപിക്കുകയും വെസ്പസിയാൻ റോമിൽ താമസിയാതെ ചക്രവർത്തിയാവുമെന്ന് പ്രവചിക്കുകയും ചെയ്തൊരു വ്യക്തി. ആ പ്രവചനം പൂർത്തിയായി. AD 69 വെസ്പസിയാനെ റോമക്കാർ രാജാവായി വാഴിച്ചു. ആ സാഹചര്യത്തിൽ ജോസേഫൂസ് വെസ്പസിയാന്റെ കൂടെ റോമിലേക്ക് പോവുകയും ചെയ്തു. റോമിൽ വന്നു അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടി. റോമിൽ വന്നതിന് ശേഷം യഹൂദരുടെ യുദ്ധത്തിൻ്റെ വിശദീകരണം കൊടുക്കുക ആവശ്യമായിട്ട് വന്നു. റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ഒരു ജനതയാണ് യഹൂദ ജനത. AD 66 മുതൽ AD 70 വരെയായിരുന്നു യഹൂദരുടെ യുദ്ധം. ആദ്യം യുദ്ധം അവർക്ക് വിജയമായിട്ട് തോന്നിയെങ്കിലും പിന്നീട് 3 ലീജിയൻ സൈന്യം യൂദയായ പലസ്തീനായി മുഴുവൻ കീഴടക്കി. റോമക്കാരുടെ സൈന്യം വെസ്പസിയാന്റെ നേതൃത്വത്തിൽ ജെറൂസലത്തിന് ഉപരോധം ഏർപ്പെടുത്തി. വെസ്പസിയാൻ രാജാവായി കഴിഞ്ഞപ്പോൾ മകൻ ടൈറ്റസിന് ഉപരോധം തുടരാനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 69 മുതൽ 70 വരെ ഏതാണ്ട് 1.5 വർഷത്തോളം യഹൂദ ജനതയെ ജെറൂസലം പട്ടണത്തിന് ഉള്ളിൽ ഉപരോധിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതിനു ശേഷം പട്ടണം തകർത്ത് റോമക്കാർ ജെറൂസലം കീഴടക്കി. ആയിരക്കണക്കിന് യഹൂദരെ തടവുകാരായി റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമകളായി ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്തു. ഇങ്ങനെ യഹൂദ ജനതയെ അടിമകളാക്കിയ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് യഹൂദർ ഇപ്രകാരം യുദ്ധം ചെയ്തത് എന്ന രീതിയിൽ ഒരു വിശദീകരണവും ഒരു ന്യായീകരണവും കൊടുക്കുക ആവശ്യമായി തോന്നിയ ജോസേഫൂസ് യഹൂദ ചരിത്രം എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. യഹൂദ യുദ്ധത്തിൻ്റെ ചരിത്രം, ജൂയിഷ് വാർ. യുദ്ധത്തെക്കുറിച്ചുള്ള ഫ്ലാവിയൂസ് യോസേഫൂസിൻ്റെ വിവരണത്തിന് ശേഷം പിന്നീട് ഈ യുദ്ധത്തിലേക്ക് നയിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം മുഴുവനും വിശദീകരിക്കുക ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ ജെറൂസലത്ത് യുദ്ധം ആരംഭിക്കുന്നവരെയുള്ള AD 66 വരെ, ലോക സൃഷ്ടി മുതൽ AD 66 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം ജൂയിഷ് ആന്റിക്വിറ്റീസ് എന്ന പേരിൽ, യഹൂദ ചരിത്ര പാരമ്പര്യം എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ ചരിത്രത്തിൽ 2 തവണ യേശു ക്രിസ്തു പരാമർശ വിഷയമാകുന്നുണ്ട്. പരാമർശ വിഷയമാകുന്ന ചരിത്ര സാഹചര്യം യഹൂദ യുദ്ധത്തിൻ്റെ സാഹചര്യമാണ്. അതിൽ ഒന്നാമത്തേത് യഹൂദരുടെ ആന്റിക്വിറ്റീസ്, അത് ചരിത്രം എന്ന പുസ്തകം 20-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായം 1-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയും: ഫെസ്തുസ് വാസ് നൗ ഡെഡ് ആൻഡ് അൽബീനസ് വാസ് ബട്ട് അപ്പോൺ ദ റോഡ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സഹോദരനായ യാക്കോവിനെ വധിച്ച ഒരു സംഭവമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുക. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ് പറയുന്നത്: ഫെസ്തുസ് മരിച്ചിട്ട് നാളുകളേറെയായില്ല, അൽബീനസ് ഇനിയും എത്തിച്ചേർന്നിരുന്നില്ല, അടുത്ത ഗവർണറായിരുന്ന അൽബീനസ്. അതിനാൽ പ്രധാന പുരോഹിതൻ അനാലൂസിന് ന്യായാധിപന്മാരുടെ സംഘം മുഴുവനും വിളിച്ചുകൂട്ടാൻ സാധിച്ചു. സംഘത്തിനു മുമ്പിൽ ക്രിസ്തു എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ സഹോദരൻ യാക്കോവിനെയും മറ്റു ചിലരെയും കൊണ്ടുവന്നു. അവർക്കെതിരെ നിയമലംഘന കുറ്റം ആരോപിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ക്രിസ്തു എന്നറിയപ്പെടുന്ന യേശു എന്ന ഒരു പരാമർശം ഇവിടെ ജോസേഫൂസ് കൊണ്ടുവരികയാണ്. അപ്പോൾ യേശുവിൻ്റെ സഹോദരൻ
യാക്കോബിനെ വധിച്ച ഒരു സാഹചര്യം വിശദീകരിക്കുമ്പോൾ ആ യേശു ക്രിസ്തു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചൊരു ചെറിയ സൂചന ഇവിടെ കിട്ടുന്നു. യഹൂദ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ 18ാമത്തെ പുസ്തകം, എന്നാൽ ഈ പുസ്തകം 20 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നു. പുസ്തകമായും പിന്നീട് അധ്യായമായും ഖണ്ഡികകളായും തിരിച്ചിരിക്കുന്നു ഈ പുസ്തകം. ഇപ്പോൾ ജൂയിഷ് ആന്റിക്വിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 18ാമത്തെ പുസ്തകം 3ാമത്തെ അധ്യായം 3ാമത്തെ ഖണ്ഡികയിൽ കുറച്ചുകൂടി വിശദമായി യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, ഞാൻ വായിക്കട്ടെ. Now there was about this time Jesus a wise man, if it be lawful to call him a man, for he was a doer of wonderful works, a teacher of such men as receive the truth with pleasure. പീലാത്തോസ് ജെറൂസലത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ആക്വിഡക്റ്റ് പണിയാൻ ശ്രമിച്ചതിനെക്കുറിച്ച് പറയുന്നൊരു സാഹചര്യമാണ്. ദേവാലയ ഭണ്ഡാരം കൊള്ളയടിച്ച് കിട്ടിയ പണം കൊണ്ടാണ് ഈ നീർപ്പാത്തി അക്വിഡക്റ്റ് പണിയാനായിട്ട് പീലാത്തോസ് തീരുമാനിച്ചത്. അതിനെതിരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായി. ആ എതിർത്ത് വരെ പീലാത്തോസ് വധിക്കുകയും ചെയ്തു. അനേകം പേര് കൊല്ലപ്പെട്ടു. ഇങ്ങനെ അനേകം പേര് കൊല്ലപ്പെട്ട ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് യോസേഫൂസ് ഇപ്രകാരം പറയുക. ഏതാണ്ട് ഈ സമയത്ത് യേശു എന്നു പേരായ ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവനെ മനുഷ്യനെന്ന് വിളിക്കാമെങ്കിൽ, കാരണം അവനൊരു വലിയ അത്ഭുത പ്രവർത്തകനായിരുന്നു. സത്യം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക് അവൻ ഗുരുവായി. യഹൂദരിലും വിജാതിയരിലും നിന്ന് അനേകരെ അവൻ തന്നിലേക്ക് ആകർഷിച്ചു. അവൻ ക്രിസ്തുവായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാരുടെ പ്രേരണയാൽ പീലാത്തോസ് അവനെ കുരിശുമരണത്തിന് വിധിച്ചു. എന്നാലും ആരംഭം മുതലേ അവനെ സ്നേഹിച്ചവർ അവനെ ഉപേക്ഷിച്ചില്ല. കാരണം പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ 3-ാം ദിവസം അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ പേരിൽ നിന്ന് ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന വർഗം ഇന്നും അസ്തമിച്ചു പോയിട്ടില്ല. ഇവിടെ യോസേഫൂസ് പറയുന്ന ശ്രദ്ധേയമായൊരു കാര്യം, പീലാത്തോസിൻ്റെ ഭരണകാലത്ത് യേശു ക്രിസ്തു എന്നറിയപ്പെടുന്നൊരു വ്യക്തി ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം വധിക്കപ്പെട്ടുവെന്നും മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചുവെന്നുമാണ്. ക്രിസ്തു ആയിരുന്നു യേശു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം ഒരുപക്ഷെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാവാം. ഏതായാലും ഇതിൽ നിന്ന് വ്യക്തമായി വരുന്നൊരു കാര്യമുണ്ട്. ചരിത്രകാരനായ യോസേഫൂസ് സംശയലേശമന്യേ എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുത എന്ന നിലയിൽ യേശു ക്രിസ്തു എന്നൊരു വ്യക്തി, ക്രിസ്തു എന്നറിയപ്പെടുന്ന യേശു എന്നൊരു വ്യക്തി പലസ്തീനായി ജീവിച്ചിരുന്നുവെന്നും ആ യേശു പീലാത്തോസിൻ്റെ കാലത്ത് പീലാത്തോസിനാൽ തന്നെ വധശിക്ഷ വിധിക്കപ്പെട്ട് കുരിശു തറച്ച് കൊല്ലപ്പെട്ടുവെന്നുള്ള വസ്തുതയാണ്. അപ്പോൾ യേശു ഒരു ചരിത്രപുരുഷനായിരുന്നുവെന്നും ആ യേശുവിൻ്റെ പേരിൽ ഒരു സമൂഹം ഉണ്ടായിരുന്നുവെന്നും ആ യേശു വധിക്കപ്പെട്ടതാണെന്നുമുള്ള കാര്യത്തിന് സംശയമില്ലാതെ ചരിത്രകാരനായ യോസേഫൂസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് യഹൂദരുടെ ചരിത്രം. ഇനി റോമൻ ചരിത്രത്തിലേക്ക് കടന്നാലും ഉണ്ടാകും ഇതുപോലെയുള്ള സംഭവങ്ങൾ. നമ്മൾ അത് നാളെ ചരിത്ര പഠനത്തിന് വിധേയമാക്കുകയാണ്. റോമിൻ്റെ ചരിത്രരേഖകളും ഈ ചരിത്രരേഖകളിൽ നമുക്ക് കിട്ടാവുന്ന വസ്തുതകളും എന്താണ് എന്ന് തുടർന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇപ്പോഴ് നമുക്ക് ഇവിടെ ഇതുവരെ പറഞ്ഞൊന്ന് ഉപസംഹരിക്കാം. ലോകചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് യേശു. ഇന്നും ആ വ്യക്തി ആദരിക്കപ്പെടുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു, അനേകർക്ക് പ്രചോദനമായി നിൽക്കുന്നു, അനേകർക്ക് ഇടർച്ചയായി നിൽക്കുന്നു. യേശുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നവരുണ്ട്, യേശുവിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ അനുവദിക്കാത്തവരുമുണ്ട്. യേശുവിൻ്റെ ചൈതന്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന 200 കോടിയിലധികം ജനങ്ങളുണ്ട്. അതേസമയം ഈ ചൈതന്യത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുമുണ്ട്. ഏതുമാവട്ടെ ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. ആ യേശുവിനെക്കുറിച്ച് അറിയാൻ ഏറ്റവും എളുപ്പമാർഗം സുവിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ സുവിശേഷങ്ങൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ രചിക്കപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ചരിത്രപരത ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അതിനാൽ ഈ സുവിശേഷങ്ങൾക്കും ബൈബിളിനും അപ്പുറത്ത് എന്തെങ്കിലും ചരിത്രരേഖകൾ യേശുവിനെക്കുറിച്ച് പറയുന്നതുണ്ടോ? അതായിരുന്നു നമ്മുടെ പ്രഭാഷണത്തിൻ്റെ 2ാം ഭാഗത്ത് നമ്മൾ അന്വേഷിച്ചത്. യഹൂദരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ രേഖ യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയൂസ് യോസേഫൂസ് എന്ന വ്യക്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ജൂയിഷ് ആന്റിക്വിറ്റീസ് എന്നറിയപ്പെടുന്ന പുസ്തകത്തിൽ യേശു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നുവെന്നും അവൻ പലസ്തീനായിൽ അനേകർ അവൻ്റെ അനുയായികളായി മാറിയെന്നും പീലാത്തോസിൻ്റെ കാലത്ത് ഈ യേശു വധിക്കപ്പെട്ടുവെന്നും മരണത്തിന് ശേഷവും ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ ഉപേക്ഷിച്ച് പോയില്ല എന്നും യോസേഫൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റ് ചരിത്രരേഖകളിലേക്ക് നമുക്ക് തുടർന്ന് തിരിയാം.